ദൈവനാമത്തിന് മഹത്വം. മത്തായി സുവിശേഷം 24-ാം അധ്യായം ഒലിവുമല പ്രഭാഷണം. അതിനധികരിച്ച് പീഡനത്തെ സംബന്ധിച്ച, ഉപദ്രവത്തെ സംബന്ധിച്ച, ഉപദ്രവകാലത്തെ സംബന്ധിച്ച യേശുക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ അല്പം വിശദമായിട്ട് ചിന്തിച്ചു. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ പ്രവേശിക്കാം. ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾ, അത് എപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അത് എപ്പോൾ സംഭവിക്കും. രണ്ടാമത്തെ ചോദ്യം നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം. അപ്പം ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ ചോദ്യമായ അത് എപ്പോൾ സംഭവിക്കും, ഈ ദേവാലയ നാശം, അതിനെ സംബന്ധിച്ചുള്ള മറുപടി മത്തായി രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്കോസാണ് ആ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ സെമിറ്റിക് ഭാഷകളായിരിക്കുന്ന യഹൂദ, അരാമിക്, അതുപോലെ അറബി ഭാഷകളിൽ ഒന്നിലധികം ചോദ്യങ്ങൾ ഒരേ സമയത്ത് ചോദിച്ചാൽ ഏറ്റവും അവസാനം ചോദിക്കുന്ന ചോദ്യത്തിനാണ് ആദ്യം ഉത്തരം നൽകുന്നത്. അതുകൊണ്ടാണ് യഹൂദനായ മത്തായി ആ ക്രമത്തിലാണ് ഇവിടെ മറുപടി നൽകുന്നത്. നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് മത്തായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദേവാലയ നാശത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടി ലൂക്കോസ് 21-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മത്തായി രേഖപ്പെടുത്തിയ ഭാഗത്തേക്ക് വരാം. നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം. നിൻ്റെ വരവും ലോകാവസാനം അടയാളം, ഈ 3 വാക്കുകളും നമുക്ക് അല്പം വിശദമായിട്ടൊന്ന് ചിന്തിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിൻ്റെ മറുപടിയിലേക്ക് പ്രവേശിക്കാം. 1 നിൻ്റെ വരവ്, 2 ലോകാവസാനം, 3 അടയാളം. ഈ 3 വാക്കുകളും ഒന്ന് പരിശോധിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട്. നിൻ്റെ വരവ് എന്നതുകൊണ്ട് ശിഷ്യന്മാർ ഉദ്ദേശിക്കുന്നത് രാജ്യസ്ഥാപനത്തിനായിട്ടുള്ള വരവാണ്. രാജ്യസ്ഥാപനത്തിനായിട്ടുള്ള വരവ്. രാജാവായിട്ടാണ് യേശുക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ആ മശിഹായെ, ആ ക്രിസ്തുവിനെ യഹൂദൻ തള്ളിക്കളഞ്ഞു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും എപ്പോഴാണ് രാജ്യസ്ഥാപനത്തിനായിട്ട് വരുന്നത്? അപ്പോൾ നിൻ്റെ വരവ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് രാജ്യസ്ഥാപനത്തിനായിട്ടുള്ള വരവാണ്. ഇനി നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? ഇപ്പോൾ ലോകാവസാനം എന്ന പദം ശ്രദ്ധിക്കുക. എൻഡ് ഓഫ് ദി ഏജ്, യുഗാവസാനം എന്നാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. യുഗാവസാനം, ഈ അവസാനം എന്നതിന് സുൻറ്റലയ്യ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ പദത്തെക്കുറിച്ചൊരു പഠനം വളരെ അത്യാവശ്യമാണ്. കാരണം ലോകാവസാനം, നിൻ്റെ വരവും ലോകാവസാനവും എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകാവസാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ പ്രാഥമികമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ഈ അവസാനം, യുഗാവസാനം, എൻഡ്, സുൻറ്റലയ്യ, ഈ വാക്കിനൊരു വിശദീകരണം നമുക്ക് കൊടുക്കാം. നമ്മൾ വ്യത്യസ്ത പരിഭാഷകൾ വായിച്ചാൽ ലോകാവസാനം എന്നുള്ളത് KJVയിൽ നമ്മൾ വായിക്കുന്നത് എൻഡ് ഓഫ് ദി വേൾഡ്. ഡാർബിയുടെ പരിഭാഷ നമ്മൾ വായിക്കുന്നത് ദ കംപ്ലീഷൻ ഓഫ് ദി ഏജ്. അതുപോലെ തന്നെ യങ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ചാൽ ദ ഫുൾ എൻഡ് ഓഫ് ദി ഏജ്. RSV റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ നമ്മൾ വായിച്ചാൽ അവിടെ വായിക്കുന്ന ക്ലോസ് ഓഫ് ദ ഏജ്. അപ്പോൾ ഈ എൻഡ്, സുൻറ്റലയ്യ എന്ന പദം ഒരു കാലത്തിൻ്റെ അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന അവസാനത്തെ, പരിസമാപ്തിയെ കാണിക്കുന്ന പദമാണ്. കംപ്ലീഷൻ, എൻറ്റയർ കംപ്ലീഷൻ ഓർ കൺസ്യൂമേഷൻ. അപ്പോൾ ഒരു കാലത്തിൻ്റെ, കാലഘട്ടത്തിൻ്റെ സമ്പൂർണമായ പര്യവസാനത്തെ കുറിക്കുന്ന പദമാണ് എൻഡ്, സുൻറ്റലയ്യ എന്നുള്ളത്. നമ്മൾ അതിനെ സംബന്ധിച്ച് അല്പം കൂടെ വിശദമായിട്ട് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ സമ്പൂർണമായ പര്യവസാനം എന്ന് നമ്മൾ പറയുമ്പോൾ യഹൂദ വിശ്വാസം നമുക്ക് അവിടെ നിന്ന് പരിശോധിക്കുക. യഹൂദന്മാരുടെ വിശ്വാസം എന്തായിരുന്നു ലോകാവസാനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ അവസാനത്തെ സംബന്ധിച്ച്? കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ നമുക്കറിയാം. സുവിശേഷങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാലത്തെ, ലോകത്തെ 2ആയിട്ട് വിഭജിച്ചാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. ലോകത്തെ അല്ലെങ്കിൽ കാലത്തെ, യുഗത്തെ 2ആയിട്ട് വിഭജിച്ച്. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. എയ്തർ ഇൻ ദിസ് ഏജ് ഓർ ഇൻ ദ ഏജ് ടു കം. ഇവിടെ ഈ ലോകത്തിലും വരുവാനുള്ളതിലും, അപ്പോൾ ഈ യുഗത്തിലും വരുവാനുള്ള യുഗത്തിലും, ഈ കാലത്തിലും വരുവാനുള്ള കാലത്തിലും. അപ്പോൾ അവിടെ കർത്താവ് തന്നെ
കാലത്തെ അല്ലെങ്കിൽ ലോകത്തെ രണ്ടായിട്ട് വിഭജിച്ച് കർത്താവ് തന്നെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങൾ. ലൂക്കോസ് 20-ന്റെ 34-35. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്കിനി മരിക്കുവാനും കഴിയുകയില്ല. 36-ാം വാക്യം, അവർ പുനരുത്ഥാന പുത്രന്മാരാകുകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. അതായത് ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹത്തിന് കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്ന ആ ലോകത്തിന് അല്ലെങ്കിൽ ആ യുഗത്തിന് ആ കാലത്തിന് അല്ലെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് യോഗ്യരായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം സാധ്യമാകുന്നവർ പുനരുത്ഥാന പുത്രന്മാരായി ദൈവപുത്രന്മാരായി ദൈവദൂത തുല്യരായി വാഴുന്ന ഒരു കാലമുണ്ട്, ഒരു ലോകമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ലോകത്തെ യുഗത്തെ രണ്ടായിട്ട് വിഭജിച്ച് കർത്താവ് പറയുകയാണ്. അപ്പോൾ കർത്താവ് മടങ്ങി വരുമ്പോൾ, ക്രിസ്തു മടങ്ങി വരുമ്പോൾ, മിശിഹ മടങ്ങി വരുമ്പോൾ ഇന്നുള്ള ഈ ദുഷ്ടലോകം, ഈ ദുഷ്ടയുഗം അവസാനിച്ച് ഒരു പുതുയുഗം പിറക്കും. ക്രിസ്തുവിൻ്റെ വരവിങ്കൽ മശിഹ ഭരിക്കുന്ന, മശിഹയുടെ ഭരണം സാധ്യമാകുന്ന ഒരു യുഗം ആരംഭിക്കും. അപ്പോൾ ഈ ചിന്ത അവരുടെ മനസ്സിലുണ്ട്, അങ്ങനെ ഒരു ഉപദേശമുണ്ട്, അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ടാണ് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും യുഗാവസാനത്തിനും അടയാളം എന്ത് എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നത്. ഇനി ആ സുൻഡലി എന്ന പദത്തിൻ്റെ ഉപയോഗം കൂടെ ശ്രദ്ധിച്ചാൽ ആശയം കുറച്ചുകൂടെ വ്യക്തമാകും. ഈ പദം 6 വാക്യങ്ങളിലായിട്ട് 6 പ്രാവശ്യം ഈ സുൻതലൈ എന്ന പദം ഭൗതിക നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 6 വാക്യങ്ങൾ, 6 പ്രാവശ്യം, 6 വാക്യങ്ങളിൽ 6 പ്രാവശ്യം നമുക്ക് ഈ പദം കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷത്തിൽ തന്നെ 5 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അത് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ലേഖനത്തിലാണ്. അപ്പോൾ 6 ഉപയോഗങ്ങളിൽ 5 ഉപയോഗങ്ങളും ഈ സുൻതലയ്യ എൻഡ് എന്ന പദത്തിൻ്റെ 5 ഉപയോഗങ്ങളും മത്തായി സുവിശേഷത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. വ്യത്യസ്തമായൊരു ഉപയോഗം പിന്നീട് നമ്മൾ കാണുന്നത് എബ്രായ ലേഖനത്തിലാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. എബ്രായർ 9:26. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. പാപപരിഹാരം വരുത്തുവാൻ ക്രിസ്തു പ്രത്യക്ഷനായത് ലോകാവസാനത്തിലാണ്. എൻഡ് സുൻതലയ്യ എന്ന പദമാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രിസ്തു പ്രത്യക്ഷനായത് ലോകാവസാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലം, പീരീഡ് ഓഫ് ടൈം, ആ കാലം, ആ ലോകം, ഈ ന്യായപ്രമാണ കാലത്തിൻ്റെ അവസാനത്തിങ്കലാണ് യേശു ക്രിസ്തു പ്രത്യക്ഷനായത്. അപ്പോൾ അതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ കാലത്തിന് അല്ലെങ്കിൽ പഴയ നിയമകാലത്തിൻ്റെ അന്ത്യത്തിലാണ് കർത്താവ് പ്രത്യക്ഷനായത്. ഇനി വീണ്ടും മത്തായിയിലുള്ള മറ്റൊരു ഉപയോഗം, മത്തായി സുവിശേഷത്തിൽ 5 പ്രാവശ്യം ആണ് 5 പ്രാവശ്യം മത്തായി സുവിശേഷത്തിലാണ്. 6-ാമത്തെ ഉപയോഗമാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്നത്. ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ ഉപയോഗം മത്തായിയിൽ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20. മത്തായി 28-ന്റെ 20 ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു രംഗമാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഈ ലോകാവസാനം ഏതാണ്? ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്. അപ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിനും അവൻ്റെ പുനരാഗമനത്തിനും ഇടയിൽ തൻ്റെ ദൃശ്യ സാന്നിധ്യം ഭൂമിയിലില്ലാത്ത ഒരു കാലയളവുണ്ട്. ആ കാലഘട്ടം മുഴുവൻ എല്ലാ നാളും കർത്താവ് കൂടെയുണ്ട് എന്നാണ് ശിഷ്യന്മാർക്ക് ഇവിടെ ഉറപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വേദഭാഗങ്ങളിലെല്ലാം സുൻതലൈ എന്ന പദം കാലത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന ആ പര്യവസാനം, എൻറ്റയർ കംപ്ലീഷൻ, കാലത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന പര്യവസാനത്തെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകാവസാനം എന്നതുകൊണ്ട് യഹൂദൻ അർത്ഥമാക്കുന്നത്, ഒരു ഇസ്രായേലിന് അർത്ഥമാക്കുന്നത് മശിഹായുടെ വരവിങ്കൽ ഈ ലോകം, ഈ കാലം അവസാനിക്കുകയും അവൻ്റെ പുനരാഗമനത്തിങ്കൽ ഈ കാലം അവസാനിക്കുകയും
മശിഹ ഭരിക്കുന്ന ഒരു പുതിയ യുഗം ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ നിൻ്റെ വരവ് എന്നുള്ളത് രാജ്യസ്ഥാപനത്തിനായിട്ടുള്ള വരവ്. ആ രാജ്യസ്ഥാപനത്തിനായിട്ട് കർത്താവ് വരുമ്പോൾ ഈ യുഗം, ഈ ലോകം അവസാനിക്കും, പുതിയ ഒരു യുഗം പിറക്കും, മശിഹ ഭരിക്കുന്ന ഒരു യുഗം പിറക്കും, ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കും, ഒരു പുതിയ കാലം ആരംഭിക്കും. അതാണ് നിൻ്റെ വരവ്, ലോക അവസാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അതിൻ്റെ അടയാളം എന്ത്? വാട്ട് വിൽ ബി ദ സൈൻ? അതിൻ്റെ അടയാളം എന്ത്? അതാണ് നമ്മുടെ ഈ തുടർന്നുള്ള പഠനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അടയാളം എന്താണ്? വാട്ട് വിൽ ബി ദ സൈൻ? ഈ അടയാളം ചോദിക്കാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ ശിഷ്യന്മാരാണ്, അപ്പോസ്തലന്മാരാണ് എന്ന് വരികിലും അടിസ്ഥാനപരമായി ഇവർ യഹൂദന്മാരാണ്. 1 കൊരിന്ത്യർ 1:22 യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടയാളം ചോദിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം ഇവർ യഹൂദന്മാരാണ്. ക്രിസ്തീയ സഭ ഒരിക്കലും അടയാളം ചോദിക്കുകയില്ല. അത് സഭയുടെ ഒരു പ്രത്യേകതയാണ്. ഈ ശിഷ്യന്മാർ യഹൂദ ശേഷിപ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഇവിടെ ഉണ്ട്. അതിനുള്ള മറ്റൊരു തെളിവാണിത്. ഇവർ അടയാളം ചോദിക്കുന്ന ഇവർ യഹൂദന്മാരായതുകൊണ്ടാണ്. യഹൂദന്മാർ ആ അടയാളം ചോദിക്കുന്നു. ഇനി അടയാളം ചോദിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? ഈ അടയാളം ചോദിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം, ലോകം അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ലോകാവസാനത്തിങ്കിൽ സംഭവിക്കുന്നതിന് എന്തൊക്കെയാണ്, ഈ ലോകാവസാനത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടറിയാം. കർത്താവ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകാവസാനത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്, ലോകം അവസാനിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്നത് സംബന്ധിച്ച് വ്യക്തമായ അറിവ് അവർക്കുണ്ട്. അവർക്ക് അറിയേണ്ടത് അത് സംഭവിക്കാറാകുമ്പോഴുള്ള അടയാളം എന്താണെന്നാണ്. അപ്പോൾ ലോകാവസാനം എങ്ങനെയായിരിക്കുമെന്നും ലോകാവസാനത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്നുമൊക്കെ അവർക്കറിയാം. എന്നാൽ അത് സംഭവിക്കാറാകുമ്പോഴുള്ള, അത് അടുക്കുമ്പോഴുള്ള അടയാളം ലൂക്കോസ് 21:7 വായിക്കുന്നത്, ഗുരു അത് എപ്പോൾ സംഭവിക്കും, അത് സംഭവിക്കാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. മർക്കോസ് 13:4 അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്താണ്? അപ്പോൾ ലോകാവസാനത്തിൽ എന്തു സംഭവിക്കുമെന്ന്, ലോകാവസാനത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് കർത്താവ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കത് അറിയേണ്ടത് അത് സംഭവിക്കാറാകുമ്പോഴുള്ള ലക്ഷണമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ലോകാവസാനത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന 7 ഉപമകൾ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 50 വരെയുള്ള 15 വാക്യങ്ങൾ പരിശോധിച്ചാൽ ലോകാവസാനത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് വായിക്കാം. ആ 15 വാക്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ, ഈ സുൻതലയ്യ, ലോകാവസാനം എന്നുള്ള മറ്റ് 3 ഉപയോഗങ്ങൾ വരുന്ന ഭാഗങ്ങളാണത്. നമുക്കതൊന്ന് പരിശോധിക്കാം. മത്തായി 13-ന്റെ 39-ഉം 40-ഉം വാക്യങ്ങൾ വായിക്കുന്നു. 39-ാമത്തെ വാക്യവും 40-ാമത്തെ വാക്യം. അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കളകൂട്ടി തീയിലിട്ട് ചുട്ടുകളയും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. കൊയ്ത്ത് ലോകാവസാനം. അപ്പോൾ ലോകാവസാനത്തിലൊരു വലിയ കൊയ്ത്തുണ്ട്. കൊയ്ത്ത് ലോകാവസാനമാണ്. കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ഇനി 49-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ, കൊയ്ത്ത് ലോകാവസാനമാണ്. ലോകാവസാനത്തിൽ കളകൂട്ടി തീയിലിട്ട് ചുട്ടുകളയും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. ഇതൊക്കെ ലോകാവസാനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് സംഭവിക്കാറാകുമ്പോഴുള്ള ലക്ഷണം, അതിൻ്റെ അടയാളമാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. സംഭവിക്കാറാകുമ്പോഴുള്ള അടയാളം എന്ത്? ഇനി അതിൻ്റെ മറുപടിയാണ് 4 മുതലുള്ള വാക്യങ്ങൾ. അതിന് യേശു ഉത്തരം പറഞ്ഞത്.
മഹാപീഡനത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠിപ്പിക്കലാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 4-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അതിന് യേശു ഉത്തരം പറഞ്ഞത്. അവിടെ മുതലങ്ങ് കർത്താവിൻ്റെ മറുപടിയാണ്, ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്. നമ്മൾ കർത്താവിൻ്റെ ഈ മറുപടികൾ ശ്രദ്ധിച്ചാൽ, ആ മറുപടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ മറുപടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന് യേശു ഉത്തരം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ മറുപടിയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ കർത്താവ് ഒരുപാട് അടയാളങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഒരുപാട് അടയാളങ്ങൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ കർത്താവ് പറയുന്നുള്ളൂ. ലോകാവസാനത്തിൻ്റെ അടയാളം എന്നുള്ളത് മഹാപീഡനമാണ്. ഗ്രേറ്റ് ട്രിബുലേഷൻ, ഉപദ്രവകാലം, പരീക്ഷാകാലം, പീഡനം. ലോകാവസാനത്തിൻ്റെ അടയാളം എന്നുള്ളത് മഹാപീഡനമാണ്. അത് വളരെ കൃത്യമായിട്ട് ഈ ഭാഗം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ പലപ്പോഴും പലർക്കും വ്യക്തത ഇല്ലാത്ത ഒരു വിഷയമാണ്. ലോകാവസാനത്തിൻ്റെ അടയാളം, മശിഹ ഈ ലോകത്തിൽ വന്ന് ദുഷ്ടന്മാരെയും നീതിമാരെയൊക്കെ വേർതിരിക്കുന്നതിന് മുൻപ്, ഒരു കൊയ്ത്ത് ദൂതന്മാർ ചെയ്യുന്നതിന് മുൻപ്, അതിന് മുൻപ് ഇവിടെ ഒരു വലിയ പീഡനമുണ്ട്. അതാണ് ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് കർത്താവ് പറയുന്നത്. ശിഷ്യന്മാർ അടയാളങ്ങൾ അല്ല ചോദിച്ചത്, അടയാളമാണ്. കർത്താവ് മറുപടി പറഞ്ഞതും അടയാളങ്ങൾ അല്ല, അടയാളമാണ്. അതിനുള്ള ചില തെളിവുകളും ന്യായവാദങ്ങളുമാണ് നമ്മൾ തുടർന്ന് ഇനി ചിന്തിക്കേണ്ടത്. മത്തായി 24:6 നമ്മൾ വായിച്ചാൽ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ആ ഭാഗം ശ്രദ്ധിക്കണം, അത് അവസാനമല്ല. ലൂക്കോസ് അതിന് സമാനമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെയല്ല. അവസാനം ഉടനെയല്ല. ഇനി 24:13 നമ്മൾ വായിക്കുന്നു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. 24:14 വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ ലോകാവസാനത്തിൻ്റെ അടയാളം ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, അത് അവസാനമല്ല. അതുപോലെ തന്നെ അവസാനത്തോളം സഹിച്ചു നിൽക്കണം, അപ്പോൾ അവസാനം വരും. അപ്പോൾ ഈ 24-ാം അധ്യായത്തിൻ്റെ 6, 13, 14 വാക്യങ്ങളിൽ അവസാനം എന്ന വാക്ക് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 3 പ്രാവശ്യം. മത്തായി 24:6 എന്നാൽ അത് അവസാനമല്ല, 24:13 അവസാനത്തോളം സഹിച്ചു നിൽക്കണം, 24:14 അപ്പോൾ അവസാനം വരും. ഈ 3 വാക്യങ്ങളിലും അവസാനം എന്നതിന് സുൻറ്റലൈ എന്ന പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ടെലോസ് എന്ന് പറയുന്ന വ്യത്യസ്തമായ മറ്റൊരു വാക്കാണ് ടെലോസ്. ടെലോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയുടെയോ ഒരു അവസ്ഥയുടെയോ പര്യവസാനത്തെ കുറിക്കുന്ന പദമാണ്. ദ കൺക്ലൂഷൻ ഓഫ് ആൻ ആക്ട് ഓർ എ സ്റ്റേറ്റ്. ഒരു അവസ്ഥയുടെയോ അതുപോലെ തന്നെ ഒരു പ്രവൃത്തിയുടെയോ അവസാനത്തെ കുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. സുൻറ്റലൈ എന്ന് പറഞ്ഞാൽ അതൊരു കാലഘട്ടത്തിൻ്റെ പര്യവസാനമാണ്. കാലഘട്ടത്തിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സംഭവത്തിൻ്റെ, ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഒരു അവസ്ഥയുടെ അവസാനത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ആ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാനായിട്ടൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ ജീവകാലത്തിന്, ഞാനെന്ന വ്യക്തിയുടെ ജീവിതകാലത്തിന് ഒരു അവസാനമുണ്ട്. ആ ജീവകാലത്തിൻ്റെ അവസാനത്തെ കുറിക്കാൻ സുൻറ്റലൈ എന്ന പദം ഉപയോഗിക്കാം. എന്നാൽ ഈ ജീവകാലത്ത് ഞാൻ ചെയ്യുന്ന വ്യത്യസ്ത പ്രവൃത്തികളുണ്ട്, ഞാൻ കടന്നു പോകുന്ന വ്യത്യസ്ത അവസ്ഥകളുണ്ട്, അതിൻ്റെ അവസാനത്തെ കുറിക്കാനായിട്ട് ടെലോസ് എന്ന പദവും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ലോകാവസാനത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു പ്രവൃത്തിയുടെ, ഒരവസ്ഥയുടെ അവസാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ആ പ്രവൃത്തിയാണ്, ആ അവസ്ഥയാണ് ലോകാവസാനത്തിൻ്റെ അടയാളം. എന്താണ് ആ അവസ്ഥ? 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം. മത്തായി 24:8 നമ്മൾ വായിക്കുന്നു, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. അതായത് യുഗാവസാനത്തിൻ്റെ അടയാളം ചോദിച്ചപ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭവും ഈറ്റുനോവിൻ്റെ അവസാനവും കർത്താവ് പറഞ്ഞത്. കർത്താവേ, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഈറ്റുനോവ് ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കും, ഈറ്റുനോവ് അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈറ്റുനോവിനൊരു ആരംഭമുണ്ട്, ഈറ്റുനോവിന് ഒരു അവസാനമുണ്ട്. അതായത് ലോകാവസാനത്തിനും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനും മുൻപായിട്ട് വലിയ ഒരു ഈറ്റുനോവ് ഉണ്ടാകും. ആ ഈറ്റുനോവാണ് അടയാളം. ലോകാവസാനത്തിനും
ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനും മുൻപായിട്ട് ഈ ലോകത്തിൽ വലിയ ഒരു ഈറ്റുനോവ് ഉണ്ടാകും. ഈറ്റുനോവാണ് അടയാളം. എന്താണ് ഈറ്റുനോവ്? ഈ ഈറ്റുനോവ് എന്നതിന് ഒഡീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. പ്രസവ വേദന, കടുത്ത നോവ്, പ്രാണവേദന എന്നൊക്കെയാണ് ആ വാക്ക് പരിഭാഷപ്പെടുത്താവുന്നത്. അതായത് പ്രസവ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയ്ക്ക് തത്തുല്യമായ സമാനമായിരിക്കുന്ന ഒരനുഭവത്തിലൂടെ ഈ ലോകം മുഴുവനും കടന്നു പോകും. അത് സർവഭൂതലത്തിലും വസിക്കുന്ന സകലർക്കും വരും. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരാഗമനം രാജ്യസ്ഥാപനത്തിനായിട്ട് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്ത ഉടമ്പടിയുടെ നിവൃത്തിക്കായിട്ട് കർത്താവ് ഇറങ്ങി വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു വലിയ ഈറ്റുനോവ്, ഒരു കടുത്ത നോവ്, ഒരു പുതിയ യുഗം പിറക്കുന്നതിന് മുൻപ്, ഒരു പുതിയ ജന്മം, ഒരു പ്രസവം നടക്കുന്നതിന് മുൻപ് വലിയൊരു വേദനയിലൂടെ ഈ ലോകം, അത് ലോകവ്യാപകമായിട്ട്, ആഗോള വ്യാപകമായിട്ട് ആ വേദന ഉണ്ടാക്കും. ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു. 1 തെസ്സലോനിയ 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ പെട്ടെന്നായിരിക്കും ഈ ഈറ്റുനോവ് അല്ലെങ്കിൽ ഈ മഹാപീഡനം വന്ന് ഭവിക്കാനായിട്ട് പോകുന്നത്. ഈ ഈറ്റുനോവ് എന്ന പദം കർത്താവ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ, ശിഷ്യന്മാരോട് പറയുമ്പോൾ, അതിന് അനേക പഴയ നിയമ പ്രവചനങ്ങളുടെ പശ്ചാത്തലമുണ്ട്. യഹൂദന്മാരായിരിക്കുന്ന ശിഷ്യന്മാർക്കത് കൃത്യമായിട്ടറിയാം. ഈറ്റുനോവിൻ്റെ ആരംഭത്തെക്കുറിച്ചും ഈറ്റുനോവിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ യഹൂദന്മാരായിരിക്കുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജാതിയുടെ സമ്പൂർണമായ ഭാവി യഥാസ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ ഒരു വലിയ ഈറ്റുനോവിലൂടെ ഈ ജനത കടന്നു പോകേണ്ടി വരുമെന്ന് പഴയ നിയമ പ്രവാചകന്മാർ ധാരാളം പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഈറ്റുനോവെന്ന് കർത്താവ് അവിടെ പറയുമ്പോൾ ശിഷ്യന്മാർക്കൊരു ആശയക്കുഴപ്പത്തിൻ്റെ ഇട അവിടെ നൽകുന്നില്ല. ഈ സെപ്റ്റുജൻ്റ് ബൈബിളിൽ ഈ ഒഡീൻ എന്ന പദം അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നൊരു ഭാഗമുണ്ട്. വ്യത്യാസം കൂടാതെ ഈ ഒഡീൻ എന്ന പദം സെപ്റ്റുജൻ്റ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നൊരു ഭാഗമാണ്. യെശയ്യാ പ്രവചനം 66:8. യെശയ്യാവ് 66:8 നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ വക ആര് കേട്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ളത് ആര് കണ്ടിട്ടുള്ളൂ, ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ, ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ, സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. അപ്പോൾ സിയോൻ മക്കളെ പ്രസവിക്കുന്നത് നോവ് കിട്ടിയ ഉടൻ തന്നെ. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഈ വക ആര് കേട്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ളത് ആര് കണ്ടിട്ടുള്ളൂ, ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ, ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ, സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. അതായത് അവിടെ യെശയ്യാ പ്രവചനം ഈ 66-ാമത്തെ അധ്യായം എന്നുള്ളത് സിയോൻ്റെ, യെരൂശലേമിൻ്റെ ഭാവി പ്രത്യാശയാണ് പ്രതിപാദ്യ വിഷയം. അപ്പോൾ നോവ് കിട്ടിയതിന് ശേഷമാണ് ദേശം അവർക്ക് അവകാശമാകുവാൻ പോകുന്നത്. അല്ല, അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന ആ വാഗ്ദത്ത ഉടമ്പടി അല്ലെങ്കിൽ വാഗ്ദത്ത ദേശം, ആ ദേശം ശാശ്വത അവകാശമായിട്ട് നിത്യ നിയമപ്രകാരമുള്ള ആ ദേശം അവർക്ക് കിട്ടുന്നതിന് മുൻപ് ഒരു ഈറ്റുനോവ് സിയോൻ അനുഭവിക്കേണ്ടി വരും. ആ ഈറ്റുനോവാണ് ലോകാവസാനത്തിൻ്റെ അടയാളം. പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ ആ മഹോപദ്രവ കാലഘട്ടം, ആ പീഡന കാലഘട്ടമാണ് ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മത്തായി 23:39 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് വായിച്ചതാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം ഇനി എന്നെ കാണുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ഈ ജാതിയെ ഒന്നായിട്ട് കൊണ്ടു ചെല്ലണമെങ്കിൽ,
ഒന്നായിട്ട് അവർ സമ്മതിക്കണമെങ്കിൽ ഇങ്ങനെയൊരു കഷ്ടത്തിലൂടെ, ഇങ്ങനെയൊരു വേദനയിലൂടെ അവർ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയൊരു വേദനയിലൂടെ അവർ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ന്, നിൻ്റെ വരവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യസ്ഥാപനത്തിനായിട്ടുള്ള വരവാണ്. ലോകാവസാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ഇന്നുള്ള ലോകം അവസാനിച്ച് പുതിയ ഒരു ലോകം, പുതിയ ഒരു യുഗം പിറക്കും എന്നുള്ളത് പുതിയ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ അടയാളമാണ് ശിഷ്യന്മാർ ചോദിച്ചത്. ലോകാവസാനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മത്തായി 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കർത്താവ് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവർ ചോദിക്കുന്നത് അത് സംഭവിക്കാറാകുമ്പോഴുള്ള ആ കൊയ്ത്ത്, ആ ലോകാവസാനം, ദൂതന്മാർ കൊയ്യുന്ന ആ രംഗം, കള പറിച്ചു കൂട്ടി തീയിലിട്ട് ചുട്ട് കളയും പോലെ ദൂതന്മാർ അധർമ്മികളെ കെട്ടുകളായി കെട്ടി കളയുന്നതായിരിക്കുന്ന ആ സംഭവം, അത് സംഭവിക്കാറാകുമ്പോഴുള്ള, അത് നിവൃത്തിയാകുന്ന കാലത്തിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ ഞങ്ങൾക്കറിയാം? അതിൻ്റെ നിവൃത്തിയുടെ ലക്ഷണം, ആ കാലത്തിൻ്റെ ലക്ഷണം എന്താണ്, അടയാളം എന്താണ്? ആ അടയാളം എന്ന് പറയുന്നത് ഈറ്റുനോവാണ്. നോവ് കിട്ടിയ ഉടൻ തന്നെ സിയോൻ മക്കളെ പ്രസവിക്കുന്നു. യഹൂദ ജാതിയുടെ സമ്പൂർണ്ണമായിരിക്കുന്ന യഥാസ്ഥാപനത്തിന് മുൻപ് ആ ജാതി ഒരു വലിയ ഈറ്റുനോവിലൂടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഈറ്റുനോവിന് ദൈവസഭയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാം. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.